ആരോഗ്യവകുപ്പിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി ഡോക്ടർ ഹാരിസ് ഹസൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന വെളിപ്പെടുത്തലിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും നിലപാടിൽ മാറ്റമില്ല. വീണ്ടും പരസ്യ പ്രതികരണം നടത്തിയതോടെ ആരോഗ്യവകുപ്പ് കടുത്ത അതൃപ്തിയിലാണ്. വിശദീകരണം ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം തനിക്കെതിരായ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വ്യാജമാണെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ആണ് ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം. സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലിം, ഇക്കാര്യത്തിൽ ഡോക്ടർക്കെതിരെ ഒരു നടപടി അതുണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത്. ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ അത് ഉണ്ടായിരുന്നില്ല. വലിയ വിമർശനങ്ങൾക്ക് അത് കാരണമായേക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഒരു നടപടി കാരണം കാണിക്കൽ നോട്ടീസ് എത്തിയിരിക്കുന്നു. പക്ഷേ അതിൽ കൃത്യമായിട്ട് തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ഡോക്ടർ. സ്മിത, റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഹസൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് ഒരു നടപടിയെക്കുറിച്ച് ആലോചിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് വലിയൊരു പിന്തുണ ഡോക്ടർ ഹാരിസ് ഹസന് ലഭിക്കുന്നത്. അതിന് പിന്നാലെ ആ നടപടി എന്നുള്ള കാര്യത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. പകരം അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഹസൻ ഉയർത്തിയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുകയായിരുന്നു സർക്കാർ ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളത് തെളിയുകയും പിന്നാലെ തന്നെ അതിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. പിന്നാലെ ആ വിഷയം പൊതുമധ്യത്തിൽ നിന്ന് മാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി, കാരണം കാണിക്കൽ നോട്ടീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ആളുകളുടെ ശ്രദ്ധ പോയതിന് പിന്നാലെ ഹാരിസ് ഹസനെതിരെ ഒരു പ്രതികാര നടപടി എടുക്കുകയാണ് എന്നുള്ളൊരു ആരോപണം ശക്തമാണ്. ഡോക്ടർ ഹാരിസ് ഹസൻ തന്നെ ആ വിഷയം ആ നിലയിൽ തന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് പ്രതികാര നടപടിയാണ് തനിക്ക് നേരെ ഉള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നതൊക്കെ വ്യാജമാണ് എന്നുള്ളത് കൂടി പറയുന്നു. താനോ ശസ്ത്രക്രിയ മുടക്കി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ അതിന് താൻ മറുപടി നൽകാൻ തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. താൻ ഏതെങ്കിലും നിലയിൽ ശസ്ത്രക്രിയ മുടക്കിയിട്ടില്ല. ഉപകരണങ്ങളുടെ ക്ഷമം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സത്യമാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹാരിസ് ഹസൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഉപകരണങ്ങളുടെ ക്ഷമം നിലവിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. അത് വീണ്ടും ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഈ കാരണം കാണിക്കൽ നോട്ടീസോടുകൂടി ഇനി തൽക്കാലം പ്രതികരിക്കാനില്ല എന്നൊരു നിലപാട് ഹാരിസ് ഹസൻ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. വീണ്ടും തുറന്നു പറച്ചിലുകളുമായി ഡോക്ടർ ഹാരിസ് ഹസൻ സജീവമാകുന്നതോടെ ആരോഗ്യവകുപ്പ് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. റീജിത്ത്, സ്മിത. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.